അൽഹംദുലില്ലാ. ഹസന ഉമർ സംഘം ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖി അതിലെ സന്ദർശനമാണ്, സിയാറയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ജന്നത്തുൽ ബഖി കണ്ടില്ല. എത്രമാത്രം ജനങ്ങളാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ ജന്നത്തുൽ ബഖിയിൽ ഒരു അല്പനേരം ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്. ഫുള്ള് തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയധികം റഷാണ്. ഈ ജന്നത്തുൽ ബഖി എന്നുള്ളത് പ്രഭാതവും പ്രദോഷവും എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാര ശേഷവും അസുർ നിസ്കാര ശേഷവും അല്പനേരം മാത്രമേ തുറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആവാം ഇത്രയധികം തിരക്കുകളുണ്ടാവുന്നത്. നമുക്കറിയാം, ജന്നത്തുൽ ബഖിയിലാണല്ലോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട ഖദീജ ഉമ്മയും മൈമൂന ഉമ്മയും അല്ലാത്ത ബാക്കി മുഴുവൻ ഭാര്യമാരും ഉള്ളത് ജന്നത്തുൽ ബഖിയിലാണ്. അതുപോലെ തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മകൾ ഫാത്തിമ ബീവി തുടങ്ങി ഒരുപാട് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്വഹാബത്തും എല്ലാവരും ഉള്ളത് ജന്നത്തുൽ ബഖിയിലാണ് എന്നുള്ളത് നമുക്കറിയാം. അത്ര പവിത്രമായ ഒരു സ്ഥലമാണല്ലോ ജന്നത്തുൽ ബഖി. ഹസന ഉമർ സംഘം ഇന്ന് ജന്നത്തുൽ ബഖി സിയാറയും അത് കഴിഞ്ഞാൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ച കുബ്ബ മദീനത്തെ പള്ളിയെ പരിചയപ്പെടലും കൂടെയുള്ള സെക്ഷനാണ് ഇന്നുള്ളത്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അങ്ങനെ പ്രഭാതത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് ഇനി പരിചയപ്പെടൽ സെക്ഷൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ വഫാത്തായതിനു ശേഷം ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പയുടെ ഹുജറത്തു ഷരീഫാളെ കാണില്ല പച്ചക്കുബ്ബക്ക് താഴെയാണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുബ്ബയുള്ളത് കേട്ടോ, അതായത് ദർബാറുള്ളത്. തങ്ങളുപ്പാപ്പയുടെ വീട് അവിടെയായിരുന്നു, ആ വീട്ടിൽ തന്നെയാണ് ദർബാറുള്ളത്. അപ്പം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷം 600 വർഷം, അതായത് ഹിജ്റ 600 വരെ എന്നാണ് ഈ പച്ചക്കുബ്ബ ഇല്ല. ഹിജ്റ 600 വരെ അത് സാധാരണ അവിടെ ചെറിയ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഹിജ്റ 600-ലായിരുന്നു അന്ന് ഇവിടെ ഭരിച്ചിരുന്ന അബ്ദുർ റഷീദ് കലാബുദ്ദീൻ സ്വാലിഹ് എന്ന് പറയുന്ന ഭരണാധികാരി വന്നു. ആ ഭരണാധികാരിയുടെ ഭരണം തുടങ്ങിയപ്പോൾ അന്നുണ്ടായിരുന്ന ഭരണാധികാരിയാണ് ഈ കുബ്ബ എന്നൊരു സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നത്. അന്നതൊരു വെള്ള കുബ്ബയായിരുന്നു. പിന്നീട് ഓരോ ഭരണാധികാരി മാറുമ്പോൾ ചുവപ്പ്, പച്ച പല കളറുകളിലേക്കായി മാറി. അതിനുശേഷം രാജാവ് എന്ന് പറയുന്ന രാജാവിന്റെ ഭരണം വന്നപ്പോൾ ആ രാജാവാണ് ഈ കുബ്ബ എന്ന ജിപ്സം ബോർഡ് കൊണ്ടാക്കിയത്. അന്ന് കാലത്ത് ഹിജ്റ 600-കളിൽ ഈ ഷെയ്പ്പെല്ലാം ഉണ്ട്, പക്ഷെ മരം കൊണ്ടായിരുന്നു. പിന്നീട് കായ്പത്തു രാജാവിന്റെ ഭരണം വന്നപ്പോൾ അവരായിരുന്നു ജിപ്സം കൊണ്ട് ഇത് ഈ രൂപത്തിലേക്ക്, ഒരു പച്ച കളറിലേക്ക് ഈ കുബ്ബയെ രൂപീകരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ആ കുബ്ബയുടെ മുകളിൽ നിങ്ങൾ നോക്കി ഒരു ഉണ്ട കാണുന്നത് ആ ഗോൾഡിന്റെ നേരെ താഴെ കാണുന്നുണ്ടോ അല്ലേ? ആ കണ്ടിലേക്ക് കാണും. പിന്നീട് എവിടെ നിന്നാ ഉണ്ടാകുന്ന പിന്നെ കാണിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോ ആ ഉണ്ടെന്ന് സംഭവിച്ചാല് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം അങ്ങനെ എന്താ, ഈ പണ്ട് കാലത്തെ ഈ സൗദി അറേബ്യയിൽ മഴക്ക് വല്ലാത്ത ക്ഷാമമുള്ളവരെ ഇന്നുണ്ട് അന്നുണ്ട്. അങ്ങനെ വെള്ളത്തിന് വല്ലാതെ ബുദ്ധിമുട്ട് വന്നൊരു സമയം. ആ സമയത്ത് ആയിഷ ഉമ്മയോട് വന്നുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, ഉമ്മ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, വല്ലാത്ത വിഷമമുണ്ട്, ഒരു മഴ പോലും ലഭിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയിഷ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ഹബീബിൻ്റെ ദർബാറിൽ പോയിക്കൊണ്ട് ഹബീബിൻ്റെ ദർബാറിൽ നിങ്ങൾ അന്ന് ഓൾറെഡി തന്നെ ഈ കുബ്ബല്ലാണ്ട് ഈ കുബ്ബയുടെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ആകാശത്തേക്ക് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്തോളൂ, നിങ്ങൾക്ക് ഉടനെ മഴ ലഭിക്കുന്നു. സ്വഹാബത്തൊക്കെ ആയിഷ ഉമ്മ പറഞ്ഞ പ്രകാരം ആ കുബ്ബയിൽ ചെറിയ ദ്വാരം ഒഴുക്കി അങ്ങനെ എന്താ അവർ ദുആ ചെയ്തു. അങ്ങനെ ചരിത്രങ്ങൾ കാണാം. അങ്ങനെ അവർക്ക് നല്ല ശുദ്ധമായ മഴ വർഷിച്ചു എന്ന് ചരിത്രങ്ങൾ കാണാം. അങ്ങനെ അന്ന് സംഭവിച്ചതിൻ്റെ ഒരു അടയാളം പിൻകാലത്ത് വരുന്ന തലമുറക്ക് മനസ്സിലാവാൻ ആ ഒരു കുനിപ്പ് അവിടെ വെച്ച് കണ്ടില്ലേ, ആ കുബ്ബമുള്ള കണ്ടില്ലേ. ഓക്കെ, കുബ്ബയുടെ ഇടത് വശത്ത് നിങ്ങൾ കണ്ടോ ഒരു വലിയ ഒരു സിൽവർ കുബ്ബ ഉണ്ടോ? ആ കുബ്ബയാണ് മിഹ്റാബ് ഉസ്മാനിയ എന്ന പേരിലാണ് അതിനറിയപ്പെടുന്നത് കേട്ടോ. മിഹ്റാബ് ഉസ്മാനിയ, അതായത് മദീനത്തെ പള്ളിയിലെ പ്രധാനപ്പെട്ട മിഹ്റാബാണത്. മദീനത്തെ പള്ളിയിൽ 5-6, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 മിഹ്റാബുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മിഹ്റാബാണ് അതിന് താഴെയുള്ളത്. അതിൻ്റെ മുകളിൽ അടയാളാണ് ആ കാണുന്ന സിൽവർ കുബ്ബ കേട്ടോ. അതുപോലെ അല്ല, വലുത് മിഹ്റാബ് ഉസ്മാനിയ. അതിന് ഹബീബിൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടു ചെറിയൊരു ഇതുണ്ടോ, ഒരു ചെറിയ സിൽവർ ആണല്ലേ. ആ സിൽവർ കുബ്ബയാണ് ഹഫ്സ ബീവിയുടെ വീട് നിന്നിരുന്ന സ്ഥലമാണ്. ആരംഭപ്പൂവിൻ്റെ ഭാര്യയാവുന്ന ഹഫ്സ ബീവി
ഹഫ്സ ബീബി ഹബീബിന്റെ ഭാര്യ ആവുന്ന എങ്ങനെയൊക്കെ വിശദമായി പറയണത് അതിലേക്ക് കടന്നാൽ ഇവിടെ നിൽക്കാൻ സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് പോകാൻ നമുക്ക്. അപ്പൊ ഹഫ്സ ബീബി മുത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിരുന്നല്ലോ, അതെല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ ഭാര്യയായിരുന്ന ഹഫ്സ ബീവി ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഹബീബിന്റെ വീടും ഹഫ്സ ബീവിയുടെ വീടും അടുത്തടുത്തായിരുന്നു. ആയിഷ ഉമ്മയുടെ വീടും ഹഫ്സ ബീവിയുടെ വീടും അടുത്തടുത്തായിരുന്നു. അങ്ങനെ വഫാത്തിന് ശേഷം എപ്പോഴും ഹഫ്സ ബീവി ഹബീബിന്റെ ദർബാറിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഈ രണ്ട് വീടും അടുത്തായതുകൊണ്ട് ഹബീബിന്റെ ദർബാറിലേക്ക് സലാം പറയാൻ വരുന്ന സ്വഹാബത്തിനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഈ ഹഫ്സ ബീവിന്റെ വീട് പറയാപ്പെടും. അങ്ങനെ എല്ലാവരും അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ആ വീട് നീക്കാൻ വേണ്ടി അഭിപ്രായം വന്നത്. അന്ന് ഹഫ്സ ബീവി പറഞ്ഞു, എൻ്റെയും എൻ്റെ ഹബീബിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ജനല് നിങ്ങൾ പൂട്ടരുത്. ആ ജനല് 1500 വർഷമായി ഇന്നും ഹബീബിന്റെ ദർബാറിന്റെ ഓപ്പോസിറ്റ് അത് തുറന്നു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോൾ കണ്ട പുരുഷന്മാരുണ്ടല്ലേ, ഇന്നും അത് അടക്കാതെ മിനാരങ്ങളാണ് ഈ മദീനത്തെ പള്ളിക്കുള്ളത്. ആ മിനാരങ്ങളിൽ പ്രധാനപ്പെട്ട മിനാരമാണ് മിനാരത്തു റഈസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹബീബിന്റെ ഈ കാണുന്ന ദർബാറിനോട് ചാരി നിൽക്കുന്നത്. 12 ഹസന വെറുതെ അടിച്ചിടുന്നില്ല, ഒക്കെ എണ്ണീട്ടാ പറയണേ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട മിനാരമാണ് മിനാരത്ത് റഈസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മിനാരമാണ് ആ പച്ചക്കുബയുടെ ചാര കാണുന്ന ആ ഒരു മിനാരട്ടാ. കൈ കുഴങ്ങിയോ? ഇമാം അബൂ ഹനീഫ തങ്ങളുപ്പാപ്പ. അബൂ ഹനീഫ ഞാൻ പറഞ്ഞു, ഒന്നാമത് ഇത് മിനാരത്ത് റഈസിയ എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ പ്രധാനപ്പെട്ട മിനാര പറഞ്ഞല്ലോ അല്ലേ. ഇമാം അബൂ ഹനീഫ തങ്ങളുപ്പാപ്പ ഇറാഖിൽ വെച്ചുകൊണ്ട് ആരാരും കാണാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മദ്ഹ് എഴുതി. അങ്ങനെ അതായത് നമ്മൾ ബുർദയെ പോലത്തെ ഒരു മദ്ഹ് എഴുതി, ഇരുട്ടിൻ്റെ അറയിൽ നിന്ന് ആ ചരിത്രം പറയുന്നത്. അങ്ങനെ എഴുതിയിട്ട് ഇറാഖിൽ വെച്ചുകൊണ്ട് ആരും കാണാതെ അത് സൂക്ഷിച്ചുകൊണ്ട് എന്തിനാ പറയുക, ഹബീബിന് സമ്മാനം കൊടുക്കാനാണ്. അങ്ങനെ ഇങ്ങോട്ട് വരാണ്. മാസങ്ങളോളം നടന്നുകൊണ്ടാണ് അത്ര ഇങ്ങോട്ട് എത്തിയത്. ഇമാം അബൂ ഹനീഫ ഇവിടെ എത്തിയ സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് അവിടെ എത്തി. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു, തഹജ്ജുദിന് ഇവിടെ മക്കയിലൊക്കെ ഒരു ബാങ്ക് ഉണ്ടാവും. തഹജ്ജുദിന്റെ ബാങ്ക് കഴിഞ്ഞപ്പോൾ മഹാനവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സമയത്തുണ്ട് അന്ന് കാലങ്ങളൊക്കെ മിനാരത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ബാങ്ക് കൊടുത്തത്. അത് പണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉയരങ്ങളിൽ വെച്ചല്ല ബാങ്ക് കൊടുത്തിരുന്നു, ഈ ഒരു പ്രവണത. അപ്പോൾ അന്ന് കാലങ്ങളിൽ അന്ന് ബാങ്ക് കൊടുത്തതിന് ശേഷം ആ മുഅദ്ദിനുണ്ട് മിനാരത്തിൻ്റെ അവിടുന്ന് നല്ല മനോഹരമായ ബൈത്തുകൾ ഇങ്ങനെ പാടുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇപ്പോൾ വല്ലാതെ ഷോക്കായി പോയി. ഇത് നല്ല മനോഹരമായ ബൈത്താണല്ലോ, നല്ല കേട്ടുപരിചയമുണ്ട്. അങ്ങനെ ഇമാം അബൂ ഹനീഫ തങ്ങൾ പാപ്പ ഈ ജമാഅത്ത് സുബി ജമാഅത്ത് കഴിഞ്ഞ ശേഷം മുഅദ്ദിനോട് ചോദിച്ചു. അതായത് അദ്ദേഹത്തിന് കുറച്ച് കേട്ടപ്പോൾ മനസ്സിലായി ഇത് ഞാൻ എഴുതിയ ബൈത്താണല്ലോ, ആരും കാണാതെ ഞാൻ എഴുതിയ ബൈത്താണ്. ചോദിച്ചു മുഅദ്ദിനോട്. മുഅദ്ദിൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഹബീബായ തങ്ങൾ എന്നോട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, നാളെ ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട്, നിങ്ങൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൈത്ത് പാടണമെന്നുള്ളത്. ആരംഭപ്പൂവിന് ആ ബൈത്ത് ഇഷ്ടപ്പെട്ടു. തങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ സർപ്രൈസ് അങ്ങോട്ട് കൊടുത്തു ഇമാം അബൂ ഹനീഫ തങ്ങൾ പാപ്പാക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മിനാരമാണ് മിനാരത്തു റഈസിയ. ഈ മിനാരം മാത്രം ഇങ്ങനെ ഉണ്ടല്ലേ, ഈ സംഭവം പച്ച കണ്ടില്ലേ, അതിന്റെ പേരാണ് എന്ത്, മീസാബുൽ മദീന. മീസാബുൽ കഅബ കണ്ടാർക്കെ ഓർമ്മ ഉണ്ടോ? എല്ലാം പോയി, ഞാൻ പറഞ്ഞൊക്കെ വെറുതെ. മീസാബുൽ കഅബ ആരെയും കണ്ടിട്ടുണ്ടോ? സ്വർണ്ണ മലയാളത്തിൽ പറയുന്നു. ഓ അതുകൊണ്ടായിരിക്കും അല്ലേ, സാറല്ല ഒഫീഷ്യലായി പറഞ്ഞോക്കിയാ. മീസാബുൽ മദീനയും മീസാബുൽ കഅബയും ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങളിൽ കാണാം, മീസാബുൽ മദീനയിൽ നിന്നുകൊണ്ട് മീസാബുൽ കഅബയിലേക്ക് ഒരു നൂലങ്ങോട് വലിച്ചാൽ അവർ തമ്മിൽ നേരെ ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നതാണ്. അത്ര കറക്റ്റാണല്ലേ. അതൊരു മാപ്പിലെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ മീസാബുൽ മദീന എന്ന് പറഞ്ഞാലും അതിൻ്റെ നേരെ താഴെയായിരുന്നു മഹാനായ അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ വീടുണ്ടായിരുന്നു. അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ കാലത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ബാസ് തങ്ങളുപ്പാപ്പയും കൂടെ വീട്, ഈ മദീനത്തെ പള്ളി ഇപ്പോഴല്ലേ ഇങ്ങോട്ടൊക്കെ വന്നത്, അന്നൊക്കെ ചെറുതല്ലേ. അപ്പോൾ എന്തായി, അബ്ബാസ് തങ്ങളുപ്പാപ്പക്ക് അവിടെ ഒരു വീടെടുത്തു. ആ വീടെടുത്തതിന് ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ ഈ വീടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ അവസാനം ഒരു പാത്തി വെക്കാണ്ട്, പണ്ടൊക്കെ ഓടിൻ്റെ വീട്ടിലും ഒക്കെ ഓല വെള്ളം ഒഴിക്കാൻ പാത്തി വെക്കൂല, അങ്ങനെ പാത്തി വെക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഹബീബായ തങ്ങൾ വന്നുകൊണ്ട് പാത്തിങ് എടുത്ത് പൊന്തിച്ച് വെക്കാന്ന്, പക്ഷെ എത്തുന്നില്ല വീടിൻ്റെ മുകളിലേക്ക്. അങ്ങനെ എത്താത്ത കണ്ടപ്പം ആരംഭപ്പൂവായ തങ്ങൾ എന്ത് ചെയ്യുന്നു, കുനിഞ്ഞ് നിന്നിട്ട് അബ്ബാസ് തങ്ങളുപ്പാപ്പയോട് മുതുകിൽ കയറാൻ പറഞ്ഞു. ആദ്യമൊക്കെ വൈമനസ്യം കാണിച്ചു തങ്ങളുപ്പാപ്പയുടെ നിർബന്ധം അബ്ബാസ് തങ്ങളുപ്പാപ്പ കയറി. അങ്ങനെ ആ പാത്തി അവിടെ വെച്ചു. ഈ പാത്തി വെച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഹബീബിൻ്റെ കാലശേഷമായി അബ്ബാസ് തങ്ങളുപ്പാപ്പ കഴിഞ്ഞ ഉമർ തങ്ങളുപ്പാപ്പയുടെ ഭരണം വന്നപ്പോൾ, അന്നും അബ്ബാസ് തങ്ങളുപ്പാപ്പ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാം ഖലീഫ സിദ്ദീഖ് തങ്ങൾ അല്ലേ, രണ്ടാം ഖലീഫ ഉമർ തങ്ങളുപ്പാപ്പ. ഉമർ തങ്ങളുപ്പാപ്പയുടെ ഭരണം വന്ന സമയത്ത് അന്ന് മദീനത്തെ കുറച്ച് വലുതാവാണല്ലോ. സ്വഹാബത്തിന് എന്തായി, നിസ്കരിക്കുമ്പോൾ ഈ പാത്തിയിലെ വെള്ളം വീണിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മക്കത്തും നിങ്ങളെ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല, മക്കത്തും പള്ളി വലുതാക്കി ആരായിരുന്നു, ഉമർ തങ്ങളുപ്പാപ്പയും.
അതുപോലെ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഈ ഉമർ തങ്ങൾ പാപ്പ എന്തായി നേരെ പാത്തിയെടുത്ത് ഒഴിവാക്കി. ഈ വിവരം അബ്ബാസ് തങ്ങൾ പാപ്പ അറിഞ്ഞു. അന്നത്തെ ഖലീഫയാണ് ആര്? ഉമർ തങ്ങൾ പാപ്പ ഒഴിവാക്കിയത്, അല്ല വേറെ ആരോ ഒന്നും ഒഴിവാക്കിയല്ല. ഒഴിവാക്കി ആരാന്ന് ചോദിച്ചപ്പോൾ ഖലീഫയാണ് ഒഴിവാക്കിയെന്നുള്ളത് ഇവിടെ സ്വഹാബത്ത് പറഞ്ഞു. വിഷമം പറഞ്ഞത് എൻ്റെ ഹബീബ് എനിക്ക് വീടുണ്ടാക്കുമ്പോൾ എനിക്ക് ഹബീബിൻ്റെ കൈ കൊണ്ട് വെച്ചെന്നാണ് ആ വിഷമം പറഞ്ഞു. അങ്ങനെ ഖലീഫയെ വിളിച്ചു, വിവരം അറിയിച്ചു. ഖലീഫ ഉമർ തങ്ങൾ പാപ്പ ഹബീബിന് വിഷമമുള്ള എന്തെങ്കിലും ചെയ്യോ? ഒരിക്കലും ചെയ്യൂലല്ലോ. ഇത് കേട്ട ഉടനെ ഉമർ തങ്ങൾ പാപ്പ വല്ലാത്ത വിഷമത്തോട് വേഗം വന്നിങ്ങോട്ട് എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു. ഉമർ തങ്ങൾ പാപ്പ കുനിഞ്ഞു, സ്വഹാബ കയറി നിൽക്കൂ, വേഗം ആ പാത്തി തിരിച്ച് അവിടെ തന്നെ കയറ്റി വെക്കൂ എന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ പാപ്പയുടെ മുതുകിൽ നിർത്തിക്കൊണ്ട് ആ ഒരു പാത്തി തിരിച്ചവിടെ വെച്ചു. അങ്ങനെ ചരിത്രങ്ങൾ കാണാം. പിന്നീട് ഇവിടെ ഡെവലപ്പർമാരൊക്കെ പിൻകാലത്തെ വിഷയമാണ്. അങ്ങനെ അന്നുണ്ടായിരുന്ന അബ്ബാസ് തങ്ങൾ പാപ്പയുടെ വീടുണ്ടായിരുന്ന കറക്റ്റ് സ്ഥലമാണ് ആ കാണുന്ന മീസാബുൽ മദീനയുടെ താഴെ ഭാഗത്താം. ഹബീബിൻ്റെ കൈക്കൊണ്ട് വെച്ചൊരു പാത്തിയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി മദീനത്തെ പള്ളി. ഈ മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മുത്തിൻ്റെ കാലത്ത് മദീനത്തെ പള്ളി ചെറിയൊരു ഓലയുടെ വീടാണ്, ഓലപ്പള്ളിയായിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്ത് ഈ കറണ്ട് ഇല്ലല്ലോ, വിളക്ക് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ വിളക്ക് ഉപയോഗിച്ച് 3 തവണ മദീനത്തെ പള്ളി കത്തി നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പോയിട്ടും അന്നും പരിശുദ്ധ റൗളക്ക് യാതൊരു കംപ്ലൈൻറ്റ് വന്നില്ല. എന്ന് പറഞ്ഞാൽ റൗള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഫ്ലോറാണ് റൗള സങ്കല്പിക്കുക, നമ്മൾ നിഷ്കരിച്ചതല്ലോ. അപ്പോൾ ചുറ്റുള്ള മതിലൊക്കെ പൊളിഞ്ഞ് റൗളയുടെ പാർട്ടിന് യാതൊരു ബുദ്ധിമുട്ട് കേടും വന്നിട്ടില്ല. അന്ന് മുതലേ എന്തായിരുന്നു മദീനത്തെ പള്ളി റൗള ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു. ഹബീബിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലം ഈ പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, നമ്മളെല്ലാവരും പോയതാണ് റൗളയിൽ. അപ്പോൾ ഹബീബിൻ്റെ വീടുള്ള കാലത്ത് അന്ന് ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഒരു പഴയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഇവിടൊക്കെ വീടാൻ തിങ്ങി വീടുകളാണ്. അങ്ങനെ ആരംഭപ്പൂവിൻ്റെ വീട് ഇതിൽ ഇന്നതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അന്നൊക്കെ സ്വഹാബത്ത് ഒരു കൊടി എപ്പോഴും വെക്കുമായിരുന്നു. അത്രേ ഒരു കൊടി ഇങ്ങനെ മുകളിലേക്ക് വേണ്ടി അറിയാൻ വേണ്ടി ഹബീബിൻ്റെ വീട്. നമ്മൾ ഇന്നലെ അവിടെ പോയില്ല, കുബൈൽ പോയപ്പം കുബൈൽ എന്തായി ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ സംഭവം. മുത്തായ തങ്ങൾ ഇതാണ് മനസ്സിലാൻ വേണ്ടി തണൽ വെച്ച് കൊടുത്തിരുന്നില്ലേ, അതുപോലെ ഹബീബിൻ്റെ വീട് ഇന്ന മനസ്സിലാൻ ഒരു കൊടി വെക്കുമായിരുന്നു എന്നും ചരിത്രങ്ങളൊക്കെ ഒരു ബേസിക്കായി പറയുകയാണെങ്കിൽ മദീനത്തെ പള്ളിയുടെ രൂപങ്ങളാണ്. ഈ മദീനത്തെ പള്ളിയിൽ പ്രധാനപ്പെട്ട വാതിലാണ് ബാബുസലാം. ഹബീബിന്റെ ചാരത്തേക്ക് പോകുന്ന സലാം പറയാൻ വേണ്ടി പോകുന്ന വാതിൽ. ആ ബാബുസലാമിലേക്ക് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പാപ്പ അതുവഴി വന്നിട്ട് നമ്മളിപ്പോൾ എന്താണ്ടായത് അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി കഴിഞ്ഞില്ലേ, ഹബീബിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുന്ന് സലാം പറയാമെന്ന്. സലാം പറഞ്ഞിട്ട് ഹബീബ് മടക്കിയില്ല. 40 ദിവസം ഹബീബിൻ്റെ സലാമൊന്ന് മടക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിരുന്നു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പാപ്പാണ്. ആ വാതിലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവർ സലാം മടക്കിയാലേ പോവുള്ളൂ, അവർക്ക് അപ്പോഴേ മറന്നു ചെയ്യാവുള്ളൂ. മനസ്സിലായല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കണ്ടതും കേട്ടതും എല്ലാം അള്ളാഹ് കബൂൽ ചെയ്യും. പരിശുദ്ധമായ മദീനയും മക്കയും അടങ്ങിയ ഒരു പ്രദേശത്തെ പറഞ്ഞിരുന്ന പേരായിരുന്നു ഹിജാസ് എന്നുള്ള പേരായിരുന്നു പണ്ട് പറഞ്ഞത്. ഹിജാസിൽ ഒരുപാട് മക്ബറ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഖദീജ ഉമ്മയുടെ മക്ബറ ഉണ്ട് ഒരുപാട്. ഇവിടെ കഴിഞ്ഞുള്ളൊക്കെ ജന്നത്ത് ബഖീൽ ഇഷ്ടംപോലെ മക്ബറ ഉണ്ട്. പിന്നീട് ഇവിടുത്തെ ഈ ബിദഈ പ്രസ്ഥാനക്കാരെല്ലാം തട്ടിത്തകർത്തു. അവസാനം ഹബീബിൻ്റെ ദർബാർ മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. ആരംഭപ്പൂവിൻ്റെ ദർബാർ ബാക്കിയുള്ള സമയത്ത് ഈ പള്ളിയുടെ ആ സൈഡ് ജന്നത്ത് ബഖീൻ്റെ ആ സൈഡ് വശത്തും എന്തായിരുന്നു, അന്യ രാജ്യത്തു നിന്ന് വന്ന 2 ബിദഈ പ്രസ്ഥാനക്കാർ. അന്ന് ഇതൊക്കെ ഇവിടെയൊക്കെ പല വീടുകളല്ലേ, അതുപോലെ അന്ന് മുത്തിനകത്ത് മദീനത്തേക്ക് വരും, ഓരോരുത്തരും ചെയ്യും, ഷെഡ് ഉണ്ടാക്കും, അവിടെ താമസിക്കും. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അതായത് യാത്രക്കാർ മുസാഫിരിങ്ങൾ. അങ്ങനെ അവർ 2 പേര് അവിടെ ഷെഡ് കെട്ടിക്കൊണ്ട് അവരെന്തായി അതിന് താഴത്ത് കൂടെ ഗുഹ ഉണ്ടാക്കി താഴെ വശത്ത് കൂടെ വന്ന് ഹബീബിൻ്റെ ദർബാർ എടുത്തുകൊണ്ട്, അതായത് ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ അവർ വലിയ ശ്രമം നടക്കുമ്പോഴാണ് അന്നത്തെ ഭരണാധികാരിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. അവർ നാട്ടിൽ പകലായി കഴിഞ്ഞാൽ ഫുള്ള് പ്രബോധനം. ഇങ്ങനത്തെ ഉടായ്പമാരെ ഏറ്റവും വലിയ വിശദമാണ്. പകൽ ഫുള്ള് പ്രബോധനം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർ. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ അവർ ജോലി ഇതിങ്ങനെ തുറന്നുണ്ടാക്കണം. അങ്ങനെ പകൽ പ്രബോധനം ആയതുകൊണ്ട് ആർക്കും സംശയം വരുന്നില്ല. സ്വപ്നം കണ്ടു, ആ രാജാവ് അണികളെ പറഞ്ഞയച്ചു. പക്ഷെ പറഞ്ഞേക്കുമ്പോൾ ഇവർ നല്ല മാന്യന്മാർ, അവർ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എന്തായി, അവരുടെ വീട് പൊളിച്ചു നോക്കുമ്പോൾ വലിയ ആഴത്തിൽ വന്ന് ഹബീബിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. അങ്ങനെ എന്തായി, പിടിക്കപ്പെട്ടു വന്നത്തെ രാജാവ്. അന്ന് ഹബീബിൻ്റെ ദർബാറിൻ്റെ താഴെ ഭൂമിയിലേക്ക് മൊത്തം എത്രത്തോളം കണക്ക് എനിക്ക് ഓർമ്മയില്ല, ഈയം കൊണ്ട് മാത്രം, ഓൺലി ഈയം അതുകൊണ്ടാണ് എന്തായി ഫുൾ ലോക്കാക്കി. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നെ ഒരാൾക്കും ഹബീബിൻ്റെ ദർബാറിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. അതായത് ഭൂമി മണ്ണ്, അതിനപ്പുറത്ത് ഈയമാണ് പിന്നെയുള്ള മുത്തിൻ്റെ മക്കബറിൻ്റെ ചുറ്റും കിടക്കുന്നത്. അങ്ങനെ ആ മക്കബർ പൂട്ടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥട്ടാണ്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് 4ാം നിലൻ്റെ മുകളിലാണ്. എത്രാം നില? 4ാം നിലൻ്റെ മുകളിലാണ്. അത് മനസ്സിലാവുകയാണെങ്കിൽ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അതായത് ഇതിൻ്റെ താഴെ 40 സ്റ്റാഫുകൾ 8 മണിക്കൂർ വീതം, 8 മണിക്കൂറിൽ 40 ആൾ ജോലി ചെയ്യുക. അങ്ങനെ 24 മണിക്കൂറും ജോലി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 3-8 ഇരുന്നാ
അതായത് 8 മണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂറല്ലേ, അതിൽ 8 മണിക്കൂർ 40 ആൾ ജോലി ചെയ്തു. അവർ മാറി അടുത്ത 8 മണിക്കൂർ ഇനി ബുദ്ധിമുട്ടാണ് മൊത്തം. അടുത്ത 8 മണിക്കൂർ അടുത്ത 40, അപ്പം എത്രയായി? 16 മണിക്കൂറായില്ലേ. അടുത്ത 8 മണിക്കൂർ അടുത്ത 40, എത്രയായി? 24 മണിക്കൂറായി. 8 മണിക്കൂർ 40 ആൾ വീതം ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ വീക്ഷിക്കാനായിട്ട് ഇവിടെ CCTV കൊണ്ട് ഇതിനകത്തിരിക്കേണ്ടത്. ഇതായത് 4 ഫ്ലോറിലെ ഒരു ഫ്ലോർ ഫുൾ CCTV. നമുക്കൊന്നും മനസ്സിലായി ഇങ്ങനെ അവിടെ കണ്ടി ആ ക്യാമറ ഇവിടെ ഫുള്ള് വീക്ഷിക്കാൻ വേണ്ടി മാത്രം അതിനു വേണ്ടി ഇരിക്കുന്നുണ്ട്. അത്ര പ്രൊട്ടക്ഷനിലാണ് ഇവിടെ. സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മദീനത്തെ പള്ളിയിലെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം 310ാമത് ഗേറ്റിന്റെ അവിടെയാണ് സുലഭമായി നമുക്ക് സംസം ലഭിക്കുക. എത്ര വേണമെങ്കിൽ നമുക്ക് സംസം എടുത്ത് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടെങ്കിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കണ്ടില്ലേ, ഇത് പുരുഷന്മാർ സംസം എടുക്കുന്ന സ്ഥലം, സ്ത്രീകൾ നമ്മൾ നേരത്തെ കണ്ടു. മക്കയിൽ വരെ ഇത്ര വൈഡായിക്കൊണ്ട് ഇത്ര പൈപ്പിലൂടെ സൗകര്യം മക്കയിൽ വരെ അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് എത്ര വലിയ ക്യാൻ കൊണ്ടുവന്നാലും ഒരു കുഴപ്പമില്ല. ഇത് സംസം നമുക്ക് ലഭിക്കുന്ന സമയങ്ങളാണ്. ഈ സമയങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്തോളൂ. ഈ സമയങ്ങളിൽ ഇവിടെ സംസമിന്റെ കൗണ്ടർ ഓപ്പൺ ആയിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും സംസം എടുക്കുക. മദീനത്തെ പള്ളിയുടെ ബാക്കി പരിസരങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഖമാമ. മസ്ജിദുൽ ഖമാമ എന്ന് പറഞ്ഞാൽ മേഘപ്പള്ളി എന്ന പേരിലൊക്കെ അറിയപ്പെടും. ഈ അർത്ഥം അങ്ങനെയാണ് കേട്ടോ. മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയെ വെള്ളമില്ല. നേരത്തെ പറഞ്ഞത് ആയിഷ ഉമ്മയോട് അല്ലേ, ഇവിടെ പറഞ്ഞത് മുത്തിനോട് പറയാം, നബിയെ വെള്ളമില്ല, കുടിക്കാൻ വല്ലാതെ വിഷമത്തിലാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേഘത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ് ഈ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലം. തങ്ങൾ പ്രാർത്ഥിച്ചു, നല്ല ശുദ്ധമായ മഴ വർഷിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതിന് മേഘപ്പള്ളി മസ്ജിദുൽ ഖമാമ എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജാവ് എന്ന് പറയുന്ന രാജാവുണ്ട്. ആ രാജാവിന് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭപ്പൂവായ തങ്ങൾ അഭാവത്തിൽ മയ്യത്ത് നിസ്കരിച്ച. അപ്പൊ അഭാവത്തിൽ പറയില്ല, തിരൂരിൽ ഇന്നാലിനാൾ മരിച്ചു വരില്ല. അപ്പൊ നമ്മളിവിടെ അതുപോലെ മുത്തായി തങ്ങൾ ആദ്യമായി അഭാവത്തിൽ മയ്യത്ത് നിസ്കരിച്ചത് നജ്ജാശി രാജാവിനാണ്. ആ നജ്ജാശി രാജാവിന് മയ്യത്ത് നിസ്കരിച്ച സ്ഥലം ഈ പള്ളിയിൽ നിൽക്കുമ്പോഴായിരുന്നു തങ്ങളിപ്പോൾ പറഞ്ഞത് നജ്ജാശി രാജാവ് മരണപ്പെട്ടിട്ടുണ്ട്. എന്തേ ഈ നജ്ജാശി രാജാവിന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം? നമ്മളെ നമ്മളിതില്ലേ ഇത് ഷിയാബി തോറിയും മലഞ്ചരും ഓർമ്മണ്ടോ? അങ്ങനെ മല മുത്തായി തങ്ങളും സ്വഹാബത്ത് 3 വർഷം പട്ടിണി കിടന്ന സംഭവമല്ലേ. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ആരംഭപ്പൂവായ തങ്ങൾ എന്ത് ചെയ്ത് എല്ലാ നാടുകൾക്കും ഓരോ സ്വഹാബത്തിനെ പറഞ്ഞയച്ചു, പ്രബോധനവും അല്ലാതെ ഉദ്ദേശത്തിൽ. ആ സമയത്ത് നജ്ജാശി രാജാവിന് കത്ത് കൊടുത്തയച്ചു മുത്തായി തങ്ങൾ. ആ കത്തിലുണ്ടായിരുന്നു ഈ വരുന്നവരെ എന്ത് ചെയ്യും, അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. നജ്ജാശി രാജാവ് അന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു, അവർക്ക് വേണ്ട സൽക്കാരങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം ഉണ്ടായാലും മഹബത്ത് ഹബീബായ തങ്ങൾ മദീനയിൽ ഇവിടെ നിൽക്കുമ്പോഴാണ് അറിയുന്നത് നജ്ജാശി രാജാവ് മരണപ്പെട്ടു. അറിഞ്ഞ ഉടനെ ഇവിടെ എന്തായി മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചു. ഹബീബായ തങ്ങൾ ഇവിടുന്ന് പെരുന്നാൾ നിസ്കാരം നടത്തിയിട്ടുണ്ട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ചുരുക്കി പറഞ്ഞാൽ മുത്തായി തങ്ങളും സ്വഹാബത്തും കാര്യപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലമാണ് മസ്ജിദുൽ ഖമാമ. ഇത് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ ആരാണ്? ഹബീബിന്റെ ഉറ്റ സുഹൃത്തുമാണ്, ഹബീബിന്റെ ഭാര്യ പിതാവുമാണ് അല്ലേ. ഈ വഴി എന്ന് പറയുന്നത്, ഈ വഴിയിൽ അവർ തമ്മിൽ ഓട്ട മത്സരം നടത്തിയിരുന്ന അത്ര. അങ്ങനെ ആദ്യത്തെ ഓട്ട മത്സരത്തിൽ എന്തായി, ആയിഷ മുത്തായി തങ്ങൾ ജയിച്ചു. അപ്പൊ ആയിഷ ഉമ്മക്ക് എന്തെയും വിഷമായി. പുതിയാപ്പർക്ക് കണ്ടാലേ പുതിയാപ്പണ് തോറ്റഞ്ഞാൽ ദേഷ്യമൊക്കെ. രണ്ടാമത് ഓട്ട മത്സരം നടത്തി. രണ്ടാമത്തേലും ആയിഷാമ്മ തോറ്റി. അതിലെന്തായി, മുത്തായി തങ്ങൾ ആയിഷ ഉമ്മക്ക് വിഷമായി. മൂന്നാമത്തേല് മുത്തായി തങ്ങൾ സ്ലോ ആക്കി. അതിൽ ആയിഷ ഉമ്മ ജയിച്ചു. അതിൽ നമ്മൾ സാധാരണ പെണ്ണ് ജയിച്ചു, അള്ളാ ഞാൻ ജയിച്ചു അതിന് പറയില്ലേ, ആഘോഷിക്കൂല. അതുപോലെ ആയിഷ ഉമ്മ സന്തോഷം പ്രകടിപ്പിച്ചു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയേ കാണാം. അങ്ങനെ അല്ലെങ്കിൽ പുതിയാപ്പാര മുമ്പ് ജയിച്ച ഭയങ്കര കുളിരാവല്ലേ. അപ്പോൾ അങ്ങനെ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ കാണുന്ന ഇടം എന്നും ചരിത്രങ്ങൾ ഒരിടത്ത് രേഖപ്പെടുത്തിയ കേട്ടാം. അപ്പൊ ഇത് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് കേട്ടാ. വരും
യാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് അലി. അലിയാർ തങ്ങൾ ഉപ്പാപ്പ ആരാണ് ഹബീബിന്റെ മരുമകൻ അല്ലേ? അത് കോഴിക്കോട്ടെ ഭാഷയാണ് പുതിയാപ്പിള അല്ലേ? പുതിയാപ്പിള മാത്രമാണോ? അതായത് മരുമകൻ മാത്രമാണോ? പിന്നെ ആരാ? മൂത്താപ്പന്റെ ഒരു ചോദ്യം കഴിഞ്ഞ് രണ്ടാമത്തെ ഉത്തരം കഴിഞ്ഞോ? അലിയാർ തങ്ങളുപ്പാപ്പ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ വളർത്തുമകനും കൂടിയാണ്. ഹബീബിന്റെ വളർത്തുമകനാണ് അലിയാർ തങ്ങളുപ്പാപ്പ. ആ അലിയാർ തങ്ങളുപ്പാപ്പയും മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ഉമ്മയും കൂടെ താമസിച്ചിരുന്ന അവർ വീട് കൂടിയിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന മസ്ജിദ് അലി എന്ന് പറയുന്ന ഈ പള്ളി നിൽക്കുന്ന സ്ഥലം. ഈ വീട് ഇവിടെ ഇല്ലായിരുന്നു, അതായത് ഫാത്തിമ ഉമ്മയുടെ വീട് ഇവിടെ ഇല്ലായിരുന്നു. ഹബീബായ തങ്ങൾ ആ സ്വഹാബിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു സ്വഹാബിയോട് റിക്വസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയാണ് ഈ സ്ഥലം, എൻ്റെ മോൾക്ക് വീട് വെക്കാൻ. അങ്ങനെ എന്തായി ഇവിടെ വാങ്ങിയിട്ടാണ് ഇവിടെ അലിയാർ തങ്ങൾ പാപ്പ, അതായത് ഫാത്തിമ ഉമ്മയുടെ വീടുണ്ടായിട്ടാണ്. അപ്പം മോളെ വീട് ഇവിടെ, ഭാര്യയുടെ വീട് ഇവിടെ, ഓരോരോ വീടുണ്ടല്ലേ, തങ്ങൾ പാപ്പാൻ്റെ വീട് അവിടെ ഒക്കെ. ഈ പ്രദേശം ഫുൾ എന്താണ് ബറക്കത്തൊക്കെ, അതാ മദീനയുടെ മണ്ണ് ഷിഫാഇൻ്റെ മണ്ണാണ്. ഈ മണ്ണൊക്കെ ഉണ്ട് ഷിഫാഇൻ്റെ മണ്ണാണ്. കാരണം ഇവിടെ നബിയും സ്വഹാബത്തിൻ്റെ എല്ലാ ഓർമ്മകളും അവിടെ ഉള്ള മുഴുവൻ കാര്യങ്ങൾ. അലൈഹിസ്സലാമ തങ്ങൾ വഫാത്തായത് 63 വയസ്സിലല്ലേ? സംശയം ഉണ്ടായിരിക്കും ഇല്ല. ഹബീബായ തങ്ങൾ വഫാത്തായി തിങ്കളാഴ്ച ആണ് വഫാത്തായി, നമുക്ക് എല്ലാവർക്കും അറിയാലേ. ഹബീബിനെ എന്തായി ജനാസ ഖബറടക്കം ചെയ്തത് ബുധനാഴ്ചയായിരുന്നു. 3 ദിവസമായിരുന്നു ഹബീബിൻ്റെ ജനാസ ഖബറടക്കം ചെയ്യാതെ വെച്ചിരുന്നു. അതിന് കാരണം ഹബീബിൻ്റെ ശേഷം ആരാവണം ഖലീഫ, ഇതായിരുന്നു വിഷയം. ആരാവണം ഖലീഫ എന്നുള്ളതിൽ പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞു. അങ്ങനെ ആരാവണം ഖലീഫ എന്നുള്ള ചിന്ത, ആ ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ സ്വഹാബത്ത് ഇരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഏരിയ എന്ന് പറയപ്പെടുന്നു. ഇതിൽ കറക്റ്റ് ഇവിടെ പോയിന്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. ഈ ഏരിയയിൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിൻ്റെ മുൻവശമാണ്. സ്ത്രീകൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ആരംഭ പോയിന്റ് സലാം പറയാൻ പോലെ ഇവിടുന്ന് തുടങ്ങും. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ആ കാണുന്ന അവിടെ എഴുതിച്ചാൽ ഹുന അസ്സലാമു അലൈക്കും യാ റസൂൽ എഴുതിച്ചാൽ അറബിയിൽ കണ്ടോ? അവിടെയാണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറുള്ളത്. അത് നേരെ അടുത്ത് നോക്കി, ഹുന അസ്സലാമു അലൈക്കും അബൂബക്കർ സിദ്ദീഖ്, അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ ദർബാറുള്ളത്. അതിന് നേരെ അപ്പുറത്ത് എഴുതി നോക്കി, ഹുന അസ്സലാമു അലൈക്കും ഉമർ ഇബ്നു ഖത്താബ്, അവിടെയാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ പാപ്പയുടെ ദർബാറുള്ളത്. ഇങ്ങനെ 3 പേരാണ് ഈ ദർബാർ ആ ഒരു ഏരിയയിലുള്ളത്. ആ വീട് ആയിഷ ഉമ്മയുടെ വീടായിരുന്നു. ആയിഷ ഉമ്മയുടെ വീടായിട്ട് പോലും ആയിഷ ഉമ്മയുടെ ദർബാർ കിടക്കുന്ന എവിടെയാണ്? ജന്നത്തുൽ ബഖീലാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആരംഭപ്പൂവിന് വലിയ വേണ്ടപ്പെട്ട ഒരു ഇഷ്ടംപോലെ പേരുണ്ട്. ഉസ്മാൻ തങ്ങളുണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, ബിലാൽ തങ്ങൾ പാപ്പുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നിട്ടും ഈ 3 പേര് മാത്രം എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള പറയുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഹബീബിൻ്റെ വീടാണ്, നമ്മളെല്ലാവരും മനസ്സ് കൊണ്ടുവരാം. അങ്ങനെ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വഫാത്തായി, 63 വയസ്സിലും അങ്ങനെ വഫാത്തായപ്പോൾ ആയിഷ ഉമ്മയുടെ ഈ വീട്ടിൽപ്പെട്ട ഈ 2 പാർട്ടും ഫ്രീ ആണ്. ഈ ഒരു ഭാഗത്ത് എന്തായി ആയിഷ ഹബീബിനെ അവിടെ എന്തായി ജനാസ ഖബറടക്കം ചെയ്തു. അതിനുശേഷം 1ാമത് ഖലീഫ ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ അല്ലേ? 1ാമത് ഖലീഫ എത്ര വർഷം ഭരണം നടത്തിയെന്നറിയോ? 2 അല്ല. നിങ്ങളോട് ചോദിക്കാൻ എന്താ പറയുക, നിങ്ങളെ അറിവ് പരീക്ഷിക്കാവുന്നതല്ല, നമുക്ക് തന്നെ ഒരു മനസ്സുണ്ടാവാനായിട്ടാണ്. അതായത് 1ാം ഖലീഫ 10 വർഷമാണ് ഭരണം നടത്തിയത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ 10 വർഷം ഭരണം നടത്തി. ആ 10 വർഷത്തെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ ഭരണം നടത്തി തങ്ങൾ പാപ്പ വഫാത്താവുന്ന സമയത്ത് തങ്ങൾ പാപ്പയുടെ വസിയത്തുണ്ടായിരുന്നു, എന്ത്? എൻ്റെ ഹബീബിൻ്റെ കൂടെ തന്നെ കിടക്കണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഹബീബായ സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ജനാസയും കൊണ്ട് നിങ്ങൾ ഹബീബിൻ്റെ അടുത്തേക്ക് വരണം, അല്ലാതെ വെറുതെ പോയി കിടക്കാറില്ല. അങ്ങനെന്താ, ഈ ഹബീബിൻ്റെ അടുത്ത് വരണം എൻ്റെ ജനാസയും കൊണ്ട്. എന്നിട്ട് ഹബീബിനോട് ചോദിക്കുക, ഹബീബേ അങ്ങയുടെ കൂട്ടുകാരൻ്റെ ജനാസയാണ്, ഹബീബിന് സമ്മതമാണെങ്കിൽ ഇവിടെ അടക്കം ചെയ്യാനും അല്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ കൂടെ എന്താണ് അവിടെ അടക്കം ചെയ്യാനും ഉണ്ട്, അവിടുത്തെ വസിയത്തുണ്ട്. അങ്ങനെ പറയണമെന്ന് കൊണ്ടുള്ള വസിയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ വഫാത്താവുന്ന സമയത്ത് പറഞ്ഞിരുന്നു. സിദ്ദീഖ് തങ്ങൾ പാപ്പ വഫാത്തായി. ആയിഷ ഉമ്മയുടെ ഉപ്പയല്ലേ സിദ്ദീഖ് തങ്ങൾ പാപ്പ. ആയിഷ ഉമ്മ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം അവിടെയുള്ള ബാക്കിയുള്ള സ്ഥലം പ്രതീക്ഷിച്ചിരിക്കണം. അവിടെ ബാക്കിയുള്ള സ്ഥലം
ആ സമയത്താണ് സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പ വഫാത്തായി. സ്വഹാബത്ത് കൊണ്ടുവന്നു സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ആ ഒരു ജനാസ ഹബീബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹബീബ് വഫാത്തായിട്ട് ഇന്നേക്ക് എത്ര വർഷമായിട്ടുണ്ട്? ആ ചെറുതായിട്ട് മാറ്റം വന്നിട്ട് ഞാൻ പറഞ്ഞ ചെറിയ മാറ്റമുണ്ട്. 3 വർഷമാണ് സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പ എന്തായത് ഭരണം നടത്തിയിട്ടാണ്. അതായത് ശേഷം പിന്നാണ് 10 വർഷം. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പ വഫാത്തായിട്ട് ഹബീബായ തങ്ങൾ വഫാത്തായിട്ട് 3 വർഷമായി. അങ്ങനെ 3 വർഷത്തിന് ശേഷം സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ജനാസയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, സ്വഹാബത്ത് തങ്ങളെ, തങ്ങളുടെ കൂട്ടുകാരൻ, തങ്ങളുടെ സ്വഹിബ്, എല്ലാ നിലക്കും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ജനാസയാണ്. സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പയ്ക്ക് ഒരു എന്തായിരുന്നു, വസിയത്തുണ്ടായിരുന്നു. തങ്ങൾ ഉപ്പാപ്പായുടെ സമ്മതം ഉണ്ടെങ്കിൽ ഇവിടെ കിടത്താനും അല്ല എങ്കിൽ ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുപോകാനും. 3 വർഷം കഴിഞ്ഞ ഹബീബിൻ്റെ ദർബാറിൻ്റെ അകത്തുനിന്ന് ഒരു വിളിയാണ്, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് തന്നെ അടുപ്പിക്കൂ എന്നുള്ളത്. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ സമ്മതപ്രകാരമാണ് സിദ്ദീഖ് തങ്ങളുപ്പാപ്പയെ ഇവിടെ എന്തായത് ജനാസ ഖബറടക്കം ചെയ്ത്. അതിനുശേഷം അവിടെ കുറച്ചൊരു ഭാഗമുണ്ട്. ആയിഷാവും അതും പ്രതീക്ഷിച്ചു, എനിക്കെങ്കിലും എൻ്റെ ഹബീബിൻ്റെയും എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് കിടക്കാലോ. വലിയ പ്രതീക്ഷയിലായിരുന്നു ആയിഷ ഉമ്മ. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശേഷം 3 വർഷം സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പ ഭരണം നടത്തി. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പയുടെ കാലശേഷം വന്നവരായിരുന്നു ഉമർ തങ്ങൾ ഉപ്പാപ്പ. ഉമർ തങ്ങൾ ഉപ്പാപ്പ വലിയ ഭരണം നടത്തി, 10 വർഷം ഭരണം നടത്തി. 10 വർഷമായപ്പോഴേക്കും ഇവിടെ പലർക്കും ഉമർ തങ്ങൾ ഉപ്പാപ്പയുടെ ഭരണം കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പലർക്കും തങ്ങൾ ഉപ്പാപ്പയുടെ വെറുപ്പായിരുന്നു. അങ്ങനെ തങ്ങൾ ഉപ്പാപ്പയുടെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങൾ ഉപ്പാപ്പയെ ഒളി ആക്രമണത്തിലൂടെ പിന്നിൽ നിന്ന് കടാര കൊണ്ട് തങ്ങൾ പാപ്പയുടെ വയറിന് കീറൽ വരുന്നതും ആ വയറിലൂടെ പിന്നെ രക്തം ഒലിച്ച് അങ്ങനെയാണ് അവർ വഫാത്താവുന്നത്. വൈകുന്നേരം സമയമായപ്പോൾ തങ്ങൾ പാപ്പാക്ക് പാലും കൊണ്ടുപോയി ഉമർ തങ്ങൾ പാപ്പയുടെ മകൻ വന്നു പാല് കുടിക്കാൻ വേണ്ടി. ഉപ്പ പാല് കുടിക്കുന്നു, പക്ഷേ പാൽ ഇതിലൂടെ ഒലിച്ചു പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഉമർ ഖത്താബ് തങ്ങൾ പാപ്പ പറഞ്ഞു, നിങ്ങൾ ആയിഷ ഉമ്മയോടൊന്ന് പോയി ചോദിക്കണം, സാധുവായ ഉമറിന് അവിടെ ഒരു ആഗ്രഹമുണ്ട്, ഉമറിനും കൂടെ അവിടെ നിന്ന് കിടക്കാൻ സ്ഥലം തരുമോ. കേട്ടപ്പോൾ ആയിഷ ഉമ്മക്ക് അല്പം വിഷമം തോന്നിയെങ്കിലും എൻ്റെ ഹബീബിന് വലിയ ഇഷ്ടപ്പെട്ടവരായിരുന്നില്ലേ, എങ്ങനെയാ ഞാൻ വിസമ്മതം അറിയിക്കുക. എന്നിട്ട് ആയിഷ ഉമ്മയുടെ സമ്മതപ്രകാരം സ്വഹാബത്തിനോട് ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ജനാസ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ ഹബീബിൻ്റെ അടുത്തേക്ക് വരണം, ഹബീബിനോട് ചോദിക്കണം, പാവം ഉമർ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടക്കാൻ, സമ്മതാണെങ്കിൽ ഇവിടെ കിടക്കാം, അല്ലെങ്കിൽ ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുപോവാം എന്നായിരുന്നു ഉമറിൻ്റെ തങ്ങൾ പാപ്പയുടെ വസിയത്ത്. തങ്ങളോട് നിങ്ങൾ സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ തങ്ങൾ പാപ്പ വഫാത്തായി ഈ ലോകത്തോട് വിട പറഞ്ഞു 13ാമത് വർഷം. അപ്പോൾ വർഷം 13ആയിട്ടാണ്. അങ്ങനെ കൊണ്ടുവന്നു ജനാസ സ്വഹാബത്ത് കൊണ്ട് ചോദിച്ചു, തങ്ങളെ, തങ്ങളുടെ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ ചാരത്ത് അവരുടെയും കൂടെ കൂട്ടുകാരനായ ഉമർ തങ്ങൾ പാപ്പാക്ക് കിടക്കാൻ ആഗ്രഹം പറഞ്ഞിരുന്നു, അവിടുത്തെ സമ്മതമുണ്ടെങ്കിൽ ഇവിടെ കിടത്താം, അല്ലെങ്കിൽ ഞങ്ങൾ ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുപോകാം. 10 വർഷമായ സിദ്ദീഖ് തങ്ങൾ പാപ്പ, 13 വർഷമായ ഹബീബായ തങ്ങൾ, 2 പേരും കൂടെ ഈ ഖബർ ഈ ദർബാറിൽ വെച്ചുകൊണ്ട് ഒറ്റ വിളിയാണ്, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബൈൻ, ഹബീബിനെ ഹബീബുമാരിലേക്ക് അടുപ്പിക്കൂ എന്നുള്ളൊരു വിളിയാളം വന്നു. അങ്ങനെയാണ് ഉമർ തങ്ങൾ പാപ്പയെ അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഖബറടക്കം ചെയ്യപ്പെടുന്നത്. അങ്ങനെ അത്ര വലിയ ഭാഗ്യം ലഭിച്ച അവരാണ് പ്രിയമുള്ളവരെ. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ മുത്ത് കടക്കുന്ന മണ്ണാണ്. ആ മണ്ണിനോട് ചാരിക്കടക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ. കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, സമയം വൈകിയതുകൊണ്ട്. ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞ നാട്ടാ മനസ്സിലായല്ലേ? ഇനി നിങ്ങളൊക്കെ എല്ലാവരും സംശയം പലരും പറഞ്ഞ് ഏതോ എത്താത്താണ്, ഞാൻ റൗദക്ക് എത്തിയില്ല, നമ്മൾ വല്യം പറഞ്ഞു റൗദനെ കുറിച്ച് പറഞ്ഞുതരാം. വരും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പറയട്ടെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിരുന്ന വീടായിരുന്നു ഈ സൈഡിൽ. അവിടുന്ന് ഇതാണ് ഹബീബിൻ്റെ വീട്. ഇങ്ങനെ കേട്ടാ ഹബീബിൻ്റെ വീട് ഇവിടെ. അതുപോലെ തന്നെ ഹബീബിൻ്റെ മഖ്ബറ മിമ്പറയാണിത്. ആരംഭപ്പൂവിൻ്റെ കാലത്തുള്ള മിമ്പറല്ല, അന്ന് മിമ്പറ ചെറുതാണ്. ശേഷം വന്ന ഭരണാധികാരി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ വന്നപ്പോൾ എന്തായി മിമ്പറ കുറച്ച് ഉയർത്തി. അതായത് ആരംഭപ്പൂ ഇരുന്ന മിമ്പറയിൽ ഞാൻ ഇരിക്കുന്നത് ശരിയില്ല, ബഹുമാനം കൊണ്ട് ഉയർത്തി. പിന്നീട് വന്നെന്തായി ഭരണാധികാരി വന്നപ്പോൾ അവർ കുറച്ചും കൂടി ഉയർത്തി. അങ്ങനെയാണ് ഈ മിമ്പർ ഇത്ര ഉയരം വരാൻ കാരണം. അത് ആ പള്ളി എത്ര ദൂരം ഉണ്ടായിട്ടൊന്നുമല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മിമ്പറ വന്ന സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ ഈ മിമ്പറയുടെയും ആ ഹബീബിൻ്റെ വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള എന്ന് പറയുന്നത്. പലരും പറഞ്ഞിരുന്നു പച്ച കാർപ്പറ്റ്, ഇത് പഴയ ഫോട്ടോ, മനസ്സിലായില്ലേ? ഇപ്പം എല്ലായിടത്തും ഒരേ കാർപ്പറ്റാണ്.
അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരാൾക്ക് അല്പ നിമിഷം കിട്ടിയാൽ മതി. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് എല്ലാ വഖത്തിലും എന്തായിരുന്നു, ഇവിടുന്ന് ഹബീബായ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്നിരുന്ന കറക്റ്റ് സ്ഥലമാണ് മിഹ്റാബ് ഉസ്മാനിയ. ഞാൻ പറഞ്ഞില്ലേ മിഹ്റാബ് ഉസ്മാനിയ, അതായത് മദീന പള്ളിയിലെ പ്രധാനപ്പെട്ട മിഹ്റാബ്. അപ്പോൾ ആരംഭപ്പൂവായ തങ്ങളൊക്കെ നിന്ന് നിസ്കരിച്ചിരുന്ന സ്ഥലമാണ്. ഈ മിമ്പറുടെ അപ്പുറത്തേക്ക് പഴയ പള്ളിയില്ല. തങ്ങളെ ശേഷം പിന്നെ എന്ത് അന്ന് പഴയ വന്ന ഡെവലപ്പ് പള്ളിയാണ്. പിന്നെ അസ്ലിയായ പള്ളി കുറഞ്ഞ ഭാഗത്തുള്ളായിരുന്നു. അപ്പോൾ ഈ കാണുന്ന പാർട്ടാണ്, ഈ കാണുന്ന ഏകദേശം ഈ ഫില്ലറിൻ്റെ ഒക്കെ ദൂരം കുറച്ചൊക്കെ ഉണ്ടാവും. ആ ഒരു ഫില്ലറിന് ഒരു പൂവിങ്ങ ഉണ്ടാവും, ഒരു ഫില്ലറിന് കുറേ ഗോൾഡ് കളറിൽ പൂവുണ്ട്. ആ ഫില്ലർ വരെയാണ് അസ്ലിയായ റൗള ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ള ആർക്ക് കിട്ടിയാലും അതെല്ലാം കിട്ടിയിട്ട് ഇങ്ങനെ ഇഷ്കാലാണ്ട നമ്മുടെ മനസ്സിൽ ബിലീസ് വരും, തോന്നിപ്പിക്കും അത് കിട്ടില്ല എന്നാരോ നല്ലത് കിട്ടിയത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളതിനെ തശ്വീഷാക്കുന്ന. അതുകൊണ്ട് എല്ലാവരും കിട്ടിയിട്ടാ അള്ളാഹു നമുക്ക് എല്ലാവരും കിട്ടിയ റൗള അള്ളാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും ഒരുപാട് തവണ പരിശുദ്ധ റൗളയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച്, മുത്തിൻ്റെ നാവ് കൊണ്ട് കളവ് പറയില്ല, തങ്ങൾ പാപ്പ ഇഷ്ടത്തിനൊന്നും പറയില്ല. ആ സയ്യിദ പറഞ്ഞത് എൻ്റെ മിമ്പറിൻ്റെയും എൻ്റെ വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗളയാണ്. അപ്പം അത്ര പ്രധാനപ്പെട്ട സ്ഥലമാണ് പ്രിയമുള്ളവരെ. അള്ളാഹ് ഹസന ക്ഷീണിച്ചുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിച്ചു. അസ്സലാം വലൈക്കും. തുടരാം. അത് ഭൂമി മൊത്തത്തിൽ ഫുൾ ലോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് മക്ബറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നോക്കൊണ്ടി പട്ടിങ്ങനെ കാണും, മക്ബറെ കാണില്ല. കാരണം ആ മക്ബറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുജാഹിദീകൾ പറയണതിൽ എന്ത് കാര്യമില്ല, മക്ബർ ഉണ്ടെന്നായില്ലേ, അതുകൊണ്ട് അത് കാണിക്കൂല. പണ്ടത്തെ ഫോട്ടോ കാണി മക്ബറിന്റെ ഫോട്ടോ, അതൊന്നും ഇപ്പം കാണില്ല കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഫ്രീ സ്പേസ് ഉണ്ടല്ലേ, ചരിത്രങ്ങളിൽ പറയുന്നത് കാണാം. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദർബാർ വരാനുള്ള, ഇമാം മഹദിയുടെ ദർബാർ വരാനുള്ള സ്ഥലമാണ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട് ഈ ഫ്രീ സ്പേസ് കേട്ടോ. ഓക്കെ, ഇത്തവണയുള്ള ഹസന ഉംറയുടെ 16ാമത് ബാച്ചും അങ്ങനെ മദീനയിലെ എല്ലാ ചരിത്രങ്ങളും കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി മുത്തിൻ്റെ മദീനയോട് സലാം പറഞ്ഞ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് വിട പറയും. ഏതായാലും ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഉമ്മമാർക്കും വേണ്ടതുപോലൊക്കെ ഖിദ്മ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് സ്വന്തമായി സമാധാനിക്കാം. ബാക്കി ഇനി അവരാണല്ലോ പറയേണ്ടത്. പ്രിയമുള്ളവരെ, ഈ വീഡിയോകളെ താഴൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് വിനയത്തോട് സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതെല്ലാം അയച്ചു കൊടുക്കണം. ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും അതുപോലെ ഇതെല്ലാം ഈ എഡിറ്റ് ചെയ്യുന്നതെല്ലാം. മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അങ്ങ് ദിക്ക് മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. കാവനൂര് ജൈത്രയാത്ര തുടരുമീ ഹസന ഹോളിഡേയ്സ് സിയാറത്ത് ആൻഡ് ടൂർ സർവീസ്. പോകുവാനൊരുക്കമോ, താജ്മഹൽ കാണുവാനിനി തിടുക്കമോ, മഞ്ഞ് മൂടും താഴ്വരകൾ താണ്ടി ഉലകിലെ സുവർഗം കാശ്മീർ പോകുവാനൊരുക്കമോ നിങ്ങൾ. കടല് കടന്നക്കരയാ ലക്ഷദ്വീപ് പോയി നല്ല മുഞ്ചി തീർത്ത സംസ്കാരം കാണണോ നിങ്ങൾ. കടല് കടന്ന